കോടീശ്വരന്മാർ ചെയ്യുന്നത് പോലെ നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അവയ്ക്ക് പരിഹാരം കാണാൻ തുടങ്ങും. പണത്തിന് പിന്നാലെ ഓടുന്നതിന് പകരം നിങ്ങൾ പണമുണ്ടാക്കാൻ തുടങ്ങും. കാത്തിരിപ്പ് നിർത്തി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളായി മാറും. യഥാർത്ഥ യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോ കമ്പോളത്തിലോ ആളുകൾ പറയുന്നതിലോ ഒന്നുമല്ല, അത് നിങ്ങളുടെ മനസ്സിലാണ്. അതിന്റെ നിയന്ത്രണം നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് ചെയ്യും. മിക്കവാറും ആളുകൾ തങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നില്ല. അവർ അതിനെ എങ്ങോട്ടും അലയാൻ വിടുന്നു, പ്രതികരിക്കാൻ വിടുന്നു, ചുരുങ്ങാൻ വിടുന്നു. പക്ഷേ കോടീശ്വരന്മാർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന യോദ്ധാക്കളെ പോലെ കൃത്യതയോടെയും ക്ഷമയോടെയും ഒരു ലക്ഷ്യബോധത്തോടെയും ദിവസവും തങ്ങളുടെ മനസ്സിനെ കെട്ടിപ്പടുക്കുന്നു. നമുക്ക് തുടങ്ങാം. പണമാണ് എല്ലാത്തിനും ഉത്തരം എന്ന് ഞാൻ മുൻപ് കരുതിയിരുന്നു. കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്താൽ, ഏതാനും മണിക്കൂറുകൾ കൂടുതൽ ജോലി ചെയ്താൽ എനിക്കത് നേടാനാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ എനിക്കൊരു വലിയ കാര്യം മനസ്സിലായി. അത് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഒരു ജോലിയും ജീവിതവും നൽകും. പക്ഷേ സ്വന്തമായി പഠിക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു സമ്പത്ത് നേടിക്കൊടുക്കും. വെറും കൈകൾ കൊണ്ട് നിങ്ങൾക്ക് കോടീശ്വരനാകാൻ കഴിയില്ല. അത് നിങ്ങളുടെ മനസ്സുകൊണ്ടാണ്. കാരണം എല്ലാം ഒരു ചിന്തയായി, ഒരു കാഴ്ചപ്പാടായി, ഒരു ആശയമായി ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം, ഈ ഫോൺ, ഈ കാർ, ഈ ബിസിനസ്, ഇതെല്ലാം ആരെയോ ഒരാളുടെ മനസ്സിലെ ഒരു ചിന്തയായി തുടങ്ങിയതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനം കൂട്ടണമെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങളുടെ ഫലങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റുക. കാരണം നിങ്ങളുടെ മനസ്സ് ദരിദ്രമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളും അതേ പാതയിലായിരിക്കും, നിങ്ങളുടെ ഫലങ്ങളും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു നിമിഷം നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾ എത്ര വലുതാണ് ചിന്തിക്കുന്നത്? മറ്റുള്ളവരെ കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ച് തന്നെ. മിക്കവാറും ആളുകൾ പരാജയപ്പെടുന്നത് അവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത വലിയ ലക്ഷ്യങ്ങൾ വെക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ വളരെ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് അത് നേടുന്നതുകൊണ്ടാണ്. അവർ വലിയ സ്വപ്നങ്ങൾ കാണാൻ ഭയക്കുന്നു, കൂടുതൽ ചോദിക്കാൻ ഭയക്കുന്നു, അവർക്ക് അതിന് അർഹതയുണ്ടെന്ന് വിശ്വസിക്കാൻ ഭയക്കുന്നു. എന്നാൽ കോടീശ്വരന്മാർ തങ്ങളെ തന്നെ വലുതായി ചിന്തിക്കാനും മികച്ചതായി ചിന്തിക്കാനും ദീർഘകാലത്തേക്ക് ചിന്തിക്കാനും പരിശീലിപ്പിക്കുന്നു. അവർ ഈ മാസം എങ്ങനെ ഒപ്പിച്ച് ജീവിക്കും എന്ന് ചോദിക്കുന്നില്ല. അവർ ചോദിക്കുന്നത് എനിക്ക് എന്നെയും കടന്നു നിൽക്കുന്ന ഒരു പാരമ്പര്യം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നാണ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വികസിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതേ സാമ്പത്തിക ചുറ്റുപാടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടും. നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കുക എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയുമെന്നും കൂടുതൽ ആകാൻ കഴിയുമെന്നും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെന്നും കൂടുതൽ മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുമെന്നും വിശ്വസിക്കുക എന്നതാണ്. തെറ്റിദ്ധരിക്കരുത്, ഇത് വെറും വ്യാമോഹമോ ഉറപ്പുകളോ സന്തോഷകരമായ ചിന്തകളോ അല്ല. ഇത് അച്ചടക്കത്തെക്കുറിച്ചാണ്, മാനസിക അച്ചടക്കത്തെക്കുറിച്ചാണ്. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് തോന്നിയാലും ഇല്ലെങ്കിലും ചെയ്യുക എന്നതാണ്. ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള പാലമാണ് അച്ചടക്കം. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ കോടീശ്വരന്മാരും ആ പാലം അച്ചടക്കത്തിലൂടെയാണ് നിർമ്മിച്ചത്. അവർക്ക് പ്രചോദനം വരുന്നതുവരെ അവർ കാത്തിരുന്നില്ല. അവർ ദിവസവും തങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചു. അവർ എഴുതി, അവർ പദ്ധതിയിട്ടു, അവർ കാര്യങ്ങൾ വിലയിരുത്തി, അവർ സ്വയം ചിന്തിച്ചു, അവർ തങ്ങളുടെ മനോഭാവത്തിൽ പ്രവർത്തിച്ചു, അവർ സംസാരിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിച്ചു. ഇതാണ് രഹസ്യം. ഇത് ചെയ്യാൻ പ്രയാസമല്ല, പക്ഷേ ചെയ്യാതിരിക്കാൻ എളുപ്പമാണ്. ഇന്ന് പുസ്തകം വായിക്കാതിരിക്കാൻ എളുപ്പമാണ്, ഡയറി എഴുതാതിരിക്കാൻ എളുപ്പമാണ്, ഞാൻ ലക്ഷ്യങ്ങളെക്കുറിച്ച് നാളെ ചിന്തിക്കാം എന്ന് പറയാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ആളുകൾ ഒരു സാധാരണ നിലയിലേക്കും ദുഃഖത്തിലേക്കും ഒഴുകി നീങ്ങുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഇതിപ്പോൾ കേട്ടു. സത്യം കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടില്ലായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ അതിനെ നിയന്ത്രണം വിട്ട് ഓടാൻ അനുവദിച്ചിരിക്കാം, ഭയത്തെ നയിക്കാൻ വിട്ടിരിക്കാം, സംശയത്തിന് കടിഞ്ഞാൺ നൽകിയിരിക്കാം. അത് സാരമില്ല. സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക എന്നതാണ് പ്രധാനം. ഉണരുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങളുടെ ദിശ മാറ്റാൻ കഴിയും. അതാണ് ഇന്ന് ഒരു ദിശാമാറ്റം. നിങ്ങളുടെ ചിന്തകളുടെ നിയന്ത്രണം തിരികെ പിടിക്കാനുള്ള സമയമാണിത്. ഒരു കപ്പിത്താൻ കപ്പലിനെ നയിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെ നയിക്കാനുള്ള സമയമാണിത്. കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാൻ തുടങ്ങുക. നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ പിടികൂടുക, അവയെ ചോദ്യം ചെയ്യുക, അവയ്ക്ക് പകരം പുതിയ ചിന്തകൾ നൽകുക. നിങ്ങളുടെ ചെറിയ ചിന്തകളെ പിടികൂടുക, അവയെ വലുതാക്കുക, വളർത്തുക. കാരണം നിങ്ങളുടെ മനസ്സ് വികസിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പഴയ അവസ്ഥയിലേക്ക് ഒരിക്കലും മടങ്ങില്ല. അതുകൊണ്ട് ഇത് ഓർക്കുക, നിങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രവർത്തിക്കുക. കാരണം നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശക്തമാകുന്നുവോ അത്രത്തോളം എല്ലാം എളുപ്പമാകും. പണമുണ്ടാക്കുന്നത് എളുപ്പമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എളുപ്പമാകും, ആളുകളെ നയിക്കുന്നത് എളുപ്പമാകും. നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക, ജീവിതം നിങ്ങളെ അനുസരിക്കും. നമുക്ക് മുന്നോട്ട് പോകാം, കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാം. അടുത്തതായി, കോടീശ്വരന്മാർ ദിവസേന അവരുടെ ചിന്തകളെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കൃത്യമായി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഉടൻ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ദൈനംദിന ശീലങ്ങൾ, ദിനചര്യകൾ, മാനസിക വ്യായാമങ്ങൾ എന്നിവ. കാരണം വിജയം നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, നിങ്ങൾ ആയിത്തീരുന്ന വ്യക്തിയാൽ നിങ്ങൾ ആകർഷിക്കുന്ന ഒന്നാണ്. വിജയം എന്നത് ദിവസവും പരിശീലിക്കുന്ന,
കുറച്ച് ലളിതമായ ചിട്ടകൾ മാത്രമാണ്. ഞാൻ അത് പതുക്കെ ആവർത്തിക്കാം. ദിവസവും പരിശീലിക്കുന്ന കുറച്ച് ലളിതമായ ചിട്ടകൾ. എന്റെ കൂട്ടുകാരാ, അതാണ് ഒരു കോടീശ്വരന്റെ മനസ്സിന്റെ അടിസ്ഥാനം. ഇത് വലിയ കുതിച്ചുചാട്ടങ്ങളെക്കുറിച്ചല്ല, മറിച്ച് ദിവസേനയുള്ള ചെറിയ സ്ഥിരമായ ചുവടുകളെക്കുറിച്ചാണ്. നിങ്ങൾ പെട്ടെന്ന് സമ്പന്നനാവുകയല്ല, മറിച്ച് സമ്പത്തിന് അർഹനായിത്തീരുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും എന്തു ചെയ്യുന്നു, നിങ്ങൾ എന്തു വായിക്കുന്നു, നിങ്ങൾ എന്തിൽ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ എന്ത് പരിശീലിക്കുന്നു, അതാണ് രഹസ്യം. ശീലങ്ങളാണ്, വെറും തള്ളലല്ല. അച്ചടക്കമാണ്, നാടകമല്ല. നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നേടാനാകാത്തതായി ഒന്നുമില്ല. നമുക്ക് തുടക്കത്തിൽ നിന്ന് ആരംഭിക്കാം. രാവിലെ കോടീശ്വരന്മാർ യാദൃച്ഛികമായി ഉണരുന്നില്ല. അവർ ഒരു ലക്ഷ്യബോധത്തോടെ ഉണരുന്നു. അവർ ഒരു ചിട്ടയോടുകൂടി ഉണരുന്നു. അവർ ഒരു പദ്ധതിയുമായി ഉണരുന്നു. നിങ്ങൾ ദിവസത്തെ നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ദിവസം നിങ്ങളെ നിയന്ത്രിക്കും. രാവിലെയാണ് എല്ലാം ആരംഭിക്കുന്നത്. നിങ്ങളുടെ ഫോണോ സ്ക്രോളിംഗോ വെറും പ്രതികരണങ്ങളോ കൊണ്ടല്ല, മറിച്ച് ആത്മപരിശോധനയിലൂടെ, ശാന്തതയിലൂടെ, വ്യക്തതയിലൂടെ. നിങ്ങളുടെ പ്രഭാതം നിങ്ങളുടെ മനസ്സിനോട് പറയുന്നു, ഞാനാണ് ചുമതലക്കാരൻ, ഞാൻ നയിക്കുന്നു, ഞാൻ പിന്നാലെ പോകുന്നില്ല. നിങ്ങളുടെ ദിവസം ശരിയായി ആരംഭിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നേതൃത്വം പിന്തുടരും. ഇപ്പോൾ എന്റെ ജീവിതത്തെയും ഞാൻ കണ്ടുമുട്ടിയ എല്ലാ കോടീശ്വരന്മാരുടെയും ജീവിതത്തെയും മാറ്റിമറിച്ച 3 ശീലങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. 1. വായിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നോളൂ, പക്ഷേ നിങ്ങളുടെ വായന മുടക്കരുത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് നൽകിക്കൂടാ? നിങ്ങളെ ഉയർത്തുന്നതും വെല്ലുവിളിക്കുന്നതും അറിവ് നൽകുന്നതുമായ എന്തെങ്കിലും വായിക്കുക. ഇത് ഒരുപാട് വായിക്കണമെന്നില്ല. ഒരു ദിവസം 10 പേജുകളെല്ലാം മാറ്റിമറിക്കാൻ കഴിയും. ഒരു ദിവസം 10 പേജുകൾ ഒരു വർഷം 3650 പേജുകളായി മാറും. ഇത് വെറും വായനയല്ല, ഇത് നിങ്ങളുടെ മനസ്സിനെ പുതിയതാക്കുന്നതിന് തുല്യമാണ്. 2. എഴുതുക. കോടീശ്വരന്മാർ ഡയറികൾ സൂക്ഷിക്കുന്നു. വെറും കുറിപ്പുകളല്ല ഡയറികൾ. അവർ പേപ്പറിൽ ചിന്തിക്കുന്നു, അവർ പദ്ധതിയിടുന്നു, അവർ തങ്ങളുടെ ചിന്തകളെ വ്യക്തമാക്കുന്നു, അവർ പാഠങ്ങൾ എഴുതി വെക്കുന്നു. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പതിയെയാക്കുന്നു. നിങ്ങൾ അതിനെ കാണാവുന്നതും നിയന്ത്രിക്കാവുന്നതും പരിശീലിപ്പിക്കാവുന്നതുമാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പുരോഗതി എഴുതുക. കാരണം വിജയം പുറത്ത് എവിടെയോ ഉള്ള ഒന്നല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. 3. ചിന്തിക്കുക. റിഫ്ലക്റ്റ്. എല്ലാ ദിവസവും സ്വയം ചോദിക്കുക, ഞാനിന്ന് എന്തു പഠിച്ചു, ഞാനിന്ന് എങ്ങനെ വളർന്നു, നാളെ എനിക്ക് എന്തു മികച്ചതാക്കാൻ കഴിയും. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത്. പൂർണ്ണതയോടെയല്ല, മറിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. നിങ്ങൾക്ക് എല്ലാം ഒറ്റയടിക്ക് ചെയ്യേണ്ടതില്ല. ഒന്നിൽ തുടങ്ങി അതിൽ നല്ലപോലെ ശ്രദ്ധിക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ കെട്ടിപ്പടുക്കുക. കാരണം ഇതാണ് സത്യം. ചെയ്യാൻ എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും എളുപ്പമാണ്. പുസ്തകം വായിക്കാതിരിക്കാൻ എളുപ്പമാണ്. ഡയറി എഴുതാതിരിക്കാൻ എളുപ്പമാണ്. ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഉറങ്ങാൻ പോകാൻ എളുപ്പമാണ്. പക്ഷേ അങ്ങനെയാണ് ആളുകൾക്ക് അവരുടെ ഭാവി നഷ്ടമാകുന്നത്. ഒരു വലിയ നിമിഷത്തിലല്ല, മറിച്ച് ദിവസേനയുള്ള ചെറിയ തീരുമാനങ്ങളിലൂടെ. ഇതിലെ നല്ല ഭാഗം ഇതാണ്: നിങ്ങൾക്കത് മാറ്റി എഴുതാൻ കഴിയും. ഇന്ന് കോടീശ്വരന്റെ ശീലങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതിലൂടെ ഒരു പേജ്, ഒരു കുറിപ്പ്, ഒരു ആത്മപരിശോധന എന്നിങ്ങനെ. മിക്കവാറും ആളുകൾ ഒരിക്കലും പഠിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. കോടീശ്വരന്മാർ ജീവിതത്തോട് വെറുതെ പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്, അവർ ജീവിതത്തെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അവർ ദിവസം നന്നായി പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഉണരുന്നില്ല, മറിച്ച് ദിവസം എങ്ങനെ പോകണമെന്ന് അവർ തീരുമാനിക്കുകയും ആ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ പേപ്പറിൽ ദിവസം പൂർത്തിയാക്കുന്നതുവരെ ദിവസം ആരംഭിക്കരുത്. ലക്ഷ്യങ്ങൾ വെക്കുക, മുൻഗണനകൾ വെക്കുക. നിങ്ങൾക്ക് അത് പൂർണ്ണമായി പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ കാര്യങ്ങൾ ഗൗരവമായി കാണുന്നുണ്ടെന്ന് നിങ്ങളുടെ മനസ്സറിയും. നിങ്ങൾ വെറുതെ ഒഴുകി നീങ്ങുകയല്ല, നിങ്ങൾ നയിക്കുകയാണ്. നേതാക്കൾ സമ്പത്തിനെ ആകർഷിക്കുന്നു, പണം മാത്രമല്ല, അവസരങ്ങൾ, ആശയങ്ങൾ, ആളുകൾ എന്നിവയെയും. നിങ്ങളുടെ ശീലങ്ങൾ വ്യക്തമാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് വ്യക്തമാകും. നിങ്ങളുടെ മനസ്സ് വ്യക്തമാകുമ്പോൾ നിങ്ങൾ പിന്നാലെ ഓടുന്നത് നിർത്തുന്നു. നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങുന്നു. വിജയം തിരക്കിലായിരിക്കുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ദർശനവുമായി, നിങ്ങളുടെ മൂല്യങ്ങളുമായി, നിങ്ങളുടെ ശീലങ്ങളുമായി ചേർന്നായിരിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ദിനചര്യകൾ ചിട്ടപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾ വിജയത്തിനായി ആഗ്രഹിക്കുന്ന വ്യക്തി മാത്രമല്ല, അത് പ്രതീക്ഷിക്കുന്ന വ്യക്തിയായി മാറുന്നത്. അതുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും ചെയ്യേണ്ടതില്ല. ശരിയായ കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി. നമ്മൾ എല്ലാവരും 2 വേദനകളിൽ ഒന്ന് അനുഭവിക്കണം: ചിട്ടയുടെ വേദന അല്ലെങ്കിൽ ഖേദത്തിന്റെ വേദന. ചിട്ട തിരഞ്ഞെടുക്കുക, നല്ല ശീലങ്ങൾ തിരഞ്ഞെടുക്കുക. പണക്കാരനാകുന്നതിന് മുൻപ് മാനസികമായി നിങ്ങളെ സമ്പന്നനാക്കുന്ന ദൈനംദിന പ്രക്രിയ തിരഞ്ഞെടുക്കുക. അടുത്തതായി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കും: നിങ്ങളുടെ മനസ്സിനെ നെഗറ്റിവിറ്റിയിൽ നിന്ന് എങ്ങനെ സംരക്ഷിക്കാം. കാരണം മോശം കാര്യങ്ങൾ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ നിങ്ങൾക്ക് ശക്തമായ ഒരു മനസ്സ് കെട്ടിപ്പടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകളെ കാവൽ നിൽക്കുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ ചുറ്റുപാടിനെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ചും
നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുണയ്ക്കുന്ന നല്ല ആളുകളെ ചുറ്റും നിർത്തുന്നതിനെക്കുറിച്ചും നമ്മൾ സംസാരിക്കും. ഓർക്കുക, നിങ്ങളുടെ ശരീരത്തെ ദിവസത്തിൽ ഒരിക്കൽ പരിശീലിപ്പിക്കാൻ കഴിയും, പക്ഷേ നിങ്ങളുടെ മനസ്സിനെ ദിവസം മുഴുവൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് മുന്നോട്ടു പോകാം. നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ്. നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ കാവൽ നിൽക്കുക. അവിടെ ഞാൻ നിർത്തട്ടെ, അതൊന്ന് മനസ്സിലാക്കട്ടെ. ഒരു കാവൽക്കാരനെ പോലെ, ഒരു പാറാവുകാരനെ പോലെ എന്ത് കടന്നു വരുന്നു എന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിക്കുന്ന ഒരാളെ പോലെ കാവൽ നിൽക്കുക. കാരണം ഇതാണ് സത്യം. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ആസ്തിയാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടോ, നിങ്ങളുടെ കാറോ, നിങ്ങളുടെ ജോലിയോ അല്ല. നിങ്ങളുടെ മനസ്സിലാണ് സമ്പത്ത് ആരംഭിക്കുന്നത്, ആത്മവിശ്വാസം ഉണ്ടാകുന്നത്, വിജയം തീരുമാനിക്കപ്പെടുന്നത്. എന്നാൽ ഇതാണ് അപകടം. നിങ്ങളുടെ മനസ്സ് സംശയങ്ങൾക്കും ഭയത്തിനും പരദൂഷണങ്ങൾക്കും ശ്രദ്ധാഭംഗങ്ങൾക്കും എളുപ്പത്തിൽ ഇരയാകാവുന്നതാണ്. നിങ്ങൾ കാവൽ നിന്നില്ലെങ്കിൽ നെഗറ്റിവിറ്റി രഹസ്യമായി കടന്നുകൂടും. അത് അനുവാദം ചോദിക്കില്ല. നെഗറ്റിവിറ്റി വലിയ വ്യക്തമായ അക്ഷരങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല. അത് മന്ത്രിക്കും, അത് സ്വയം മറച്ചുവെക്കും. അത് തമാശയുടെയോ പരിഹാസത്തിന്റെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെയോ മുഖംമൂടി അണിയും. അതിങ്ങനെ പറയും, പ്രായോഗികമായി ചിന്തിക്ക്. നമ്മളെപ്പോലുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയില്ല. ലോകം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അത് വാർത്തകളിലുണ്ട്, സംഭാഷണങ്ങളിലുണ്ട്, മൊബൈലിൽ നോക്കുന്നതിലുണ്ട്, പരാതികളിലുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അത് ആവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ അത് വിശ്വസിക്കാൻ തുടങ്ങും. അത് സംഭവിക്കുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിമിതപ്പെടുത്തുന്നു. ശരിയായ കാര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും കൊണ്ടാണ്. ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണ്. നിങ്ങൾ ശക്തിയുടെ വിത്തുകൾ നടുകയോ അല്ലെങ്കിൽ ബലഹീനതയുടെ കളകൾ വളരാൻ അനുവദിക്കുകയോ ചെയ്യാം. എല്ലാ ദിവസവും നിങ്ങൾ പൂന്തോട്ടത്തിലെ കളകൾ പറിച്ചു കളയണം. നിങ്ങൾ കളകൾ പറിച്ചില്ലെങ്കിൽ അവ അനങ്ങാതിരിക്കില്ല, അവ പടർന്നു പിടിക്കും. ഒരു കാവലില്ലാത്ത മനസ്സിൽ നെഗറ്റിവിറ്റി പെരുകുന്നു, ഭയം വളരുന്നു, സംശയം വേരൂന്നുന്നു, ഒഴിവു കഴിവുകൾ തഴച്ചു വളരുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു പോരാടുന്നത്? നിങ്ങൾ ഉള്ളിലേക്ക് അനുവദിക്കുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ, കാവൽ നിൽക്കുന്നതിലൂടെ. ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഭാഗം വളരെ പ്രധാനമാണ്. നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. നിങ്ങൾ പറഞ്ഞേക്കാം, ജിം, ഞാൻ അത് വിശ്വസിക്കുന്നില്ല, അത് കാര്യമാക്കുന്നില്ല, അത് ഇപ്പോഴും സത്യമാണ്. നിരാശരായ ആളുകളുമായി സമയം ചെലവഴിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും സംശയിക്കാൻ തുടങ്ങും. പരാതിക്കാരുമായി സമയം ചെലവഴിക്കുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്താൻ തുടങ്ങും. ചെറിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക. നിങ്ങൾ ചെറുതായി ചിന്തിക്കും. എന്നാൽ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരുമായി, ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നവരുമായി, സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുന്നവരുമായി സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് സ്വയം ഉയരുന്നതായി തോന്നും. നിങ്ങളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്വാധീനം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് ആർക്ക് പ്രവേശനമുണ്ടെന്ന് തിരഞ്ഞെടുക്കുക. അത് സ്വാർത്ഥതയല്ല, അത് ബുദ്ധിയാണ്. നമുക്ക് ആധുനിക ശത്രുവിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോൺ. നിങ്ങൾ അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കുന്നു, നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു. പക്ഷേ ഇതാണ് ചോദ്യം, നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ എന്താണ് നൽകുന്നത്? നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന പേജുകളാണോ നിങ്ങൾ പിന്തുടരുന്നത്? അതോ നിങ്ങളെ തളർത്തുന്ന പേജുകളാണോ? നിങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന ഉള്ളടക്കമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതോ അറിവ് നൽകുന്ന ഉള്ളടക്കമാണോ? നിങ്ങൾ ഉള്ളിലേക്ക് അനുവദിക്കുന്നത് പുറത്തു വരുന്നതിനെ രൂപപ്പെടുത്താൻ തുടങ്ങും. ചില ആളുകൾ എന്തിനാണ് അവർ ഉത്കണ്ഠാകുലരും ശ്രദ്ധയില്ലാത്തവരും നിരാശരുമാകുന്നത് എന്ന് അത്ഭുതപ്പെടുന്നു. ഇത് ലളിതമാണ്. അവർ നെഗറ്റിവിറ്റിക്ക് തങ്ങളുടെ മനസ്സിൽ സൗജന്യ സ്ഥലം നൽകിയിരിക്കുന്നു. അത് ഒഴിവാക്കുക, നിശബ്ദമാക്കുക, പിന്തുടരുന്നത് നിർത്തുക, ആവശ്യമെങ്കിൽ അൺപ്ലഗ് ചെയ്യുക. കാരണം കോടീശ്വരന്മാർ തങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക മാത്രമല്ല, അവർ തങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഒരു കോട്ട കെട്ടിപ്പടുക്കുക. ഒരു ദൈനംദിന ഫിൽട്ടർ ഉണ്ടാക്കുക. ഈ ചിന്ത എന്നെ സഹായിക്കുകയാണോ അതോ ദ്രോഹിക്കുകയാണോ? നിങ്ങളുടെ ചുറ്റുപാട് രൂപകൽപ്പന ചെയ്യുക. പുസ്തകങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ആളുകൾ, സ്ഥലങ്ങൾ. ശാന്തത പരിശീലിക്കുക. ധ്യാനം, പ്രാർത്ഥന, ആത്മപരിശോധന, പരദൂഷണം, നാടകം, അനാവശ്യ ശബ്ദങ്ങൾ എന്നിവ ഒഴിവാക്കുക. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമില്ല. നിങ്ങൾക്ക് മികച്ച വിവരങ്ങൾ ആവശ്യമാണ്. നിങ്ങൾക്ക് ശക്തമായ അതിരുകൾ ആവശ്യമാണ്. കാരണം സമ്പത്ത് ആരംഭിക്കുന്നത് സമാധാനം വസിക്കുന്നിടത്താണ്. സമാധാനം സംരക്ഷിക്കപ്പെട്ട മനസ്സിലാണ് വസിക്കുന്നത്. ഇപ്പോൾ കേൾക്കുക, ലോകം പൂർണ്ണമാണെന്ന് നമ്മൾ നടിക്കുന്നില്ല. അത് അങ്ങനെയല്ല. പക്ഷേ കോടീശ്വരന്മാർ വ്യത്യസ്തമായി ചെയ്യുന്ന കാര്യം ഇതാണ്. അവർ നെഗറ്റിവിറ്റി ഉപയോഗിക്കുന്നു. അവർ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർ അതിൽ നിന്ന് പഠിക്കുന്നു. അവർ അതിലൂടെ ഉയരുന്നു. വിമർശനത്തെ ശ്രദ്ധയാക്കി മാറ്റുക. നിരാകരണത്തെ വഴിതിരിച്ചുവിടലാക്കി മാറ്റുക. തിരിച്ചടികളെ പുതിയ തുടക്കങ്ങളാക്കി മാറ്റുക. നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ്. അതാണ് മനോഭാവം, അതാണ് ശക്തി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ ആരാണ് കാവൽ നിൽക്കുന്നത്? കാരണം ആരെങ്കിലും വേണം, ആരെങ്കിലും ഇല്ല. ആ ചിന്ത ഇവിടെ പെടുന്നില്ല, ഇല്ല. ആ പരിമിതി ഞാൻ അംഗീകരിക്കുന്നില്ല, ഇല്ല. ഞാൻ ഉയർന്ന ചിന്തകൾ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയണം. ആരെങ്കിലും അത് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത്
നിങ്ങൾ എന്ത് ഉള്ളിലേക്ക് അനുവദിക്കുന്നു, എന്ത് പുറത്തേക്ക് തള്ളുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. നിങ്ങൾ എന്തിന് വേണ്ട എന്ന് പറയുന്നു എന്നതിലൂടെയാണ് നിങ്ങൾ ശക്തനാകുന്നത്. നിങ്ങൾ എന്തിന് മതി എന്ന് പറയുന്നു എന്നതിലൂടെ മാത്രമല്ല. അടുത്തതായി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ആഴത്തിൽ കടക്കും. ദീർഘകാല ചിന്താഗതിക്കായി നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം. കാരണം കോടീശ്വരന്മാർ അടുത്ത ആഴ്ചയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, അവർ അടുത്ത 10 വർഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാഴ്ചപ്പാട്, ക്ഷമ, സമ്പന്നർ എങ്ങനെയാണ് ആഗ്രഹങ്ങളെ മാറ്റിവെക്കുന്നത് എന്നിവയെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. നിങ്ങൾ ജോലി ചെയ്യുകയാണ്, നിങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകാം. മിക്കവാറും ആളുകൾ ഒരു വർഷത്തിനുള്ളിൽ തങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് അമിതമായി കണക്കാക്കുന്നു. എന്നാൽ 10 വർഷത്തിനുള്ളിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് കുറച്ചു കാണുന്നു. അവിടെ നമുക്ക് ഒരു നിമിഷം നിർത്താം. 10 വർഷം, ഒരു ദശകം, ഒരു പെട്ടെന്നുള്ള പരിഹാരമല്ല, ഒറ്റ രാത്രി കൊണ്ട് മാറ്റമല്ല, മറിച്ച് സ്ഥിരമായ വളർച്ചയുടെ ഒരു ജീവിതകാലം. ഇപ്പോൾ കോടീശ്വരന്മാർക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. വിജയം യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല, അത് ഒരു പ്ലാൻ അനുസരിച്ചാണ് സംഭവിക്കുന്നത്. ആ പ്ലാൻ ആരംഭിക്കുന്നത് മനസ്സിലാണ്. പക്ഷേ ഇതാണ് തന്ത്രം. ഹ്രസ്വകാലത്തിനപ്പുറം കാണാൻ നിങ്ങളുടെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യണം. വാരാന്ത്യത്തിനപ്പുറം, അടുത്ത ശമ്പളത്തിനപ്പുറം, അടുത്ത കയ്യടിക്ക് അപ്പുറം പോകാൻ നിങ്ങളുടെ ചിന്തയെ പരിശീലിപ്പിക്കണം. കോടീശ്വരന്മാർ ദശകങ്ങളിലാണ് ചിന്തിക്കുന്നത്, പരാജയപ്പെടുന്നവർ ദിവസങ്ങളിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നിങ്ങൾ ആരാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? മിക്കവാറും ആളുകൾ എന്തു ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. അവർക്ക് വേഗത്തിൽ ഫലങ്ങൾ വേണം, അവർക്ക് ഇപ്പോൾ മാറ്റം വേണം, അവർക്ക് ക്ഷമയില്ലാതെ പണം വേണം, അവർക്ക് അച്ചടക്കമില്ലാതെ ആരോഗ്യം വേണം, അവർക്ക് ദീർഘകാല കാഴ്ചപ്പാടില്ലാതെ ഒരു സ്വപ്ന ജീവിതം വേണം. പക്ഷേ നിങ്ങൾക്ക് വിജയത്തെ മൈക്രോവേവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അത് ഓരോ ഘട്ടമായിട്ടാണ് നിർമ്മിക്കുന്നത്. അച്ചടക്കം ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിലുള്ള പാലമാണ്. നിങ്ങൾ ഹ്രസ്വകാലത്തേക്ക് മാത്രം ചിന്തിക്കുമ്പോൾ അച്ചടക്കം കെട്ടിപ്പടുക്കുന്നില്ല. ഹ്രസ്വകാല ചിന്താഗതിക്കാർക്ക് ആദ്യം ആവേശം വരും, എന്നിട്ട് ഉപേക്ഷിക്കും. ശക്തമായി തുടങ്ങും, എന്നിട്ട് എവിടെയും കാണില്ല. കലണ്ടറിന് പകരം ക്ലോക്കിൽ നോക്കും. പക്ഷേ ചുരുക്കം ചില ആളുകൾ മാത്രം ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രം ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ ചിന്തിക്കണം. കോടീശ്വരന്മാർ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നിതാ. അവർ ദശകങ്ങളിലാണ് ചിന്തിക്കുന്നത്, അവർ വർഷങ്ങളിലാണ് ആസൂത്രണം ചെയ്യുന്നത്, അവർ മാസങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, അവർ ദിവസങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, അവർ തങ്ങളുടെ ഓരോ മണിക്കൂറും കൃത്യമായി ഉപയോഗിക്കുന്നു. അവർ തിടുക്കത്തിലല്ല, പക്ഷേ അവർ മടിയന്മാരുമല്ല. അവർക്ക് പെട്ടെന്നുള്ള വിജയത്തിനായുള്ള ആഗ്രഹത്തെ പ്രതിരോധിക്കാനും വെറും തള്ളലിനേക്കാൾ പ്രക്രിയയെ വിശ്വസിക്കാനും തങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ശക്തമായ ഒരു ചോദ്യം ഇതാണ്: 10 വർഷം കഴിയുമ്പോൾ പോലും പ്രാധാന്യമുള്ള എന്തു ചെയ്യാൻ എനിക്കിന്ന് കഴിയും? ആ ചോദ്യമെല്ലാം മാറ്റിമറിക്കുന്നു. അത് നിങ്ങളെ വ്യത്യസ്തമായി ചിന്തിപ്പിക്കുന്നു, വ്യത്യസ്തമായി സംസാരിപ്പിക്കുന്നു, വ്യത്യസ്തമായി പ്രവർത്തിപ്പിക്കുന്നു. കാരണം പെട്ടെന്ന് നിങ്ങൾ വെറും ഫലങ്ങൾ മാത്രമല്ല, ഒരു പാരമ്പര്യം കെട്ടിപ്പടുക്കുകയാണ്. വളരെ ചുരുക്കം ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. സ്ഥിരതയോടെ ആവർത്തിക്കുന്ന ചെറിയ അച്ചടക്കങ്ങൾ കാലക്രമേണ സാവധാനത്തിൽ നേടുന്ന വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്നു. അതാണ് കൂട്ടുപലിശയുടെ തത്വം. അത് പണത്തിന് മാത്രമല്ല, മനോഭാവത്തിനും ശീലങ്ങൾക്കും അറിവിനും പ്രശസ്തിക്കും കൂടിയാണ്. ഒരു മരത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ വിത്ത് നടുന്നു, നിങ്ങൾ അതിന് വെള്ളമൊഴിക്കുന്നു, നിങ്ങൾ അതിനെ സംരക്ഷിക്കുന്നു. കുറച്ചുകാലം ഒന്നും സംഭവിക്കാത്തതുപോലെ തോന്നും. എന്നിട്ട് ഒരു ദിവസം ആ ചെറിയ വിത്ത് ഒരു വലിയ വൃക്ഷമായി മാറുന്നു. പക്ഷേ അത് വളരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നിങ്ങൾ വീണ്ടും വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നാൽ അത് മുളക്കുന്നതിനു മുൻപ് തന്നെ നിങ്ങൾ വിത്തിനെ നശിക്കും. മിക്കവാറും ആളുകൾ അവരുടെ സ്വപ്നങ്ങളോടും അതാണ് ചെയ്യുന്നത്. അവർ നിർത്തുന്നു, അവർ സംശയിക്കുന്നു, താരതമ്യം ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. കാരണം അവർ ദീർഘകാലത്തേക്ക് ചിന്തിക്കുന്നില്ല. ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഴയ ചിന്തകൾ ഇല്ലാതാക്കുക. എനിക്കിപ്പോൾ അത് വേണം. ഒരാഴ്ചയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ അത് എനിക്കുള്ളതല്ല. ഞാൻ ഒരിക്കൽ ശ്രമിച്ചു, അത് വിജയിച്ചില്ല. പുതിയ ചിന്തകൾ സ്ഥാപിക്കുക. ഞാൻ ദീർഘകാല കളിയാണ് കളിക്കുന്നത്. മെല്ലെയുള്ള വിജയം ഇപ്പോഴും വിജയമാണ്. എല്ലാ ദിവസവും ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുന്നു, ഞാൻ വിജയിക്കുന്നു. ഇത് എളുപ്പമല്ല, പക്ഷേ അത് അത്യാവശ്യമാണ്. കാരണം എല്ലാ ദിവസവും ലോകം നിങ്ങളെ തിരക്കിലേക്ക്, വേഗതയിലേക്ക്, പെട്ടെന്നുള്ള വിജയങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ഈ ബഹളങ്ങൾക്ക് മുകളിലേക്ക് ഉയർന്നു പറയണം: വേണ്ട, ഞാൻ പെട്ടെന്നുള്ളതിനെ പിന്തുടരുകയല്ല, ഞാൻ മഹത്തായതിനെ കെട്ടിപ്പടുക്കുകയാണ്. മഹത്തായതിന് സമയമെടുക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പ്രായോഗികമായ എന്തെങ്കിലും നൽകാം. ഇരിക്കുക, ബഹളങ്ങൾ ഒഴിവാക്കുക, നിങ്ങളുടെ 10 വർഷത്തെ കാഴ്ചപ്പാട് എഴുതിവെക്കുക. നിങ്ങൾ എവിടെയായിരിക്കണം? നിങ്ങൾ എന്തായിത്തീരണം? നിങ്ങൾക്ക് എന്ത് നേടണം, സൃഷ്ടിക്കണം, നൽകണം? കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ഭാവനയെ വികസിപ്പിക്കുന്നില്ലെങ്കിൽ അവ നിങ്ങളുടെ പരിശ്രമത്തെ വികസിപ്പിക്കില്ല. അവ നിങ്ങളെ മുന്നോട്ട് വലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതേ നിലയിൽ തന്നെ തുടരും. ഒരു ലക്ഷ്യത്തിന്റെ ഉദ്ദേശ്യം അത് നേടുക എന്നതല്ല, മറിച്ച് അതിന് അർഹനായ വ്യക്തിയായി മാറുക എന്നതാണ്. അതുകൊണ്ടാണ് ദീർഘകാല ചിന്ത പ്രവർത്തിക്കുന്നത്. കാരണം അത് നിങ്ങളെ മാറ്റുന്നു. മിക്കവാറും ആളുകൾക്ക് ഒരു തന്ത്രം പ്രശ്നമല്ല, അവർക്ക് ക്ഷമയുടെ പ്രശ്നമാണ്. അവർ വിത്തുകൾ നടുന്നു, അടുത്ത ദിവസം രാവിലെ ഫലം പ്രതീക്ഷിക്കുന്നു. അത് സംഭവിക്കാത്തപ്പോൾ അവർ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ നിങ്ങൾ വ്യത്യസ്തനാണ്. കാരണം
നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ആ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കാനും ഭാവിയെ വിശ്വസിക്കാനും നിശബ്ദമായ ജോലിയെ വിശ്വസിക്കാനും പ്രോഗ്രാം ചെയ്യുകയാണ്. കോടീശ്വരന്മാർ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നത് സാധാരണ കാര്യങ്ങൾ അസാധാരണമായ സ്ഥിരതയോടെ ദീർഘകാലം ചെയ്യുന്നതിലൂടെയാണ്. ഹ്രസ്വകാല ചിന്താഗതി ഹ്രസ്വകാല ഫലങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. ദീർഘകാല ചിന്താഗതി ശാശ്വതമായ മാറ്റം ഉത്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് ചോദ്യം ഇതാണ്: എത്ര വേഗത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിയും എന്നതല്ല ചോദ്യം, എത്ര കാലം എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ചോദ്യം. കാരണം നിങ്ങൾക്ക് ദശകങ്ങളിൽ ചിന്തിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ലക്ഷ്യബോധത്തോടെ ജീവിക്കും, നിങ്ങൾ ശക്തിയോടെ ചലിക്കും. നിങ്ങൾ പോയി കഴിഞ്ഞാലും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു ജീവിതം നിങ്ങൾ കെട്ടിപ്പടുക്കും. അടുത്തതായി നമ്മൾ അവസാന ഭാഗത്തിലേക്ക് കടക്കും. വ്യക്തമായ ശ്രദ്ധയോടെ വലിയ പ്രവൃത്തികൾ ചെയ്യുക. കാരണം വെറും കാഴ്ചപ്പാട് മാത്രം പോരാ, പ്രവൃത്തിയില്ലെങ്കിൽ അത് വെറും ഭാവനയാണ്. നിങ്ങൾ മനസ്സിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള സമയമായി. അടുത്ത തലത്തിലേക്ക് തയ്യാറാണോ? വിജയം നിങ്ങൾ പിന്തുടരുന്ന ഒന്നല്ല, നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങളിൽ നിന്ന് അകന്നു പോകും. വിജയം നിങ്ങൾ ആയിത്തീരുന്ന വ്യക്തിയാൽ നിങ്ങൾ ആകർഷിക്കുന്ന ഒന്നാണ്. ആ ഒരു വാക്യത്തിൽ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. ആളുകൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ പിന്തുടരുന്നു, സ്ഥാനക്കയറ്റത്തിന് പിന്നാലെ ഓടുന്നു, പണത്തിനായി തിടുക്കം കൂട്ടുന്നു, ഒരു ജീവിതശൈലി ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു. പക്ഷേ ഇതാണ് സത്യം: നിങ്ങൾ വെറും പിന്തുടർച്ചയിലൂടെ സമ്പന്നനാകില്ല. നിങ്ങൾ തയ്യാറെടുപ്പിലൂടെയും വളർച്ചയിലൂടെയും സ്വാഭാവികമായി വിജയത്തെ ആകർഷിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നതിലൂടെയും സമ്പന്നനാകുന്നു. വിജയം ഭാഗ്യമല്ല, അത് മാന്ത്രികമല്ല, അത് ഒരു ലോട്ടറി ടിക്കറ്റുമല്ല. അത് നിങ്ങളെയും നിങ്ങളുടെ ശീലങ്ങളെയും നിങ്ങളുടെ മനോഭാവത്തെയും നിങ്ങളുടെ സ്വഭാവത്തെയും കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചാണ്. എനിക്ക് എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും എന്നതല്ല ചോദ്യം. മികച്ച ചോദ്യം ഇതാണ്: എനിക്ക് എങ്ങനെ കൂടുതൽ പണം സ്വാഭാവികമായും സ്ഥിരമായും സത്യസന്ധമായും സമ്പാദിക്കാൻ കഴിയുന്ന വ്യക്തിയായി മാറാൻ കഴിയും. കാരണം നിങ്ങൾ കൂടുതൽ മൂല്യമുള്ളവനായി മാറുമ്പോൾ നിങ്ങൾ കൂടുതൽ സമ്പാദിക്കുന്നു. അത് അത്ര ലളിതമാണ്. 1 കോടി രൂപയുടെ ജീവിതശൈലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 1 കോടി രൂപയുടെ സ്വഭാവം വളർത്തിയെടുക്കുന്നതിലൂടെ ആരംഭിക്കുക. ആളുകൾക്ക് ഈ ഭാഗം ഒഴിവാക്കണം. അവർക്ക് അടിസ്ഥാനമില്ലാതെ പ്രതിഫലം വേണം. പക്ഷേ ഞാനൊരു കാര്യം പറയാം: നിങ്ങൾ തയ്യാറാകുന്നതിന് മുൻപ് നിങ്ങൾക്ക് സമ്പത്ത് ലഭിച്ചാൽ അത് ഒരു ശാപമായി മാറും. അതുകൊണ്ടാണ് ധാരാളം ആളുകൾക്ക് ലോട്ടറി അടിക്കുകയും 5 വർഷത്തിനുള്ളിൽ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ട് മാറിയെങ്കിലും അവരുടെ ചിന്താഗതി മാറിയില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ആരെങ്കിലും നിങ്ങൾക്ക് $1 ദശലക്ഷം നൽകിയാൽ അത് സൂക്ഷിക്കാൻ നിങ്ങൾ വേഗത്തിൽ ഒരു കോടീശ്വരനായി മാറണം. ലക്ഷ്യം പണമല്ല, ലക്ഷ്യം പണം കൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയുന്ന വ്യക്തിയായി മാറുക എന്നതാണ്. അതിനെ വർദ്ധിപ്പിക്കാനും അതിനെ കൈകാര്യം ചെയ്യാനും അതിന്റെ മുന്നിൽ താഴ്മയും അച്ചടക്കവും നിലനിർത്താനും കഴിയുന്ന വ്യക്തിയായി മാറുക എന്നതാണ്. അതുകൊണ്ട് സമ്പത്തിലേക്കുള്ള യാത്ര സാമ്പത്തികം മാത്രമല്ല, അത് വ്യക്തിപരമായ വളർച്ച കൂടിയാണ്. നിങ്ങൾ ആരാണ് ആയിക്കൊണ്ടിരിക്കുന്നത്? മിക്കവാറും ആളുകൾ ചോദിക്കുന്നത് സമ്പന്നനാകാൻ ഞാൻ എന്തു ചെയ്യണം? പക്ഷേ ഇതാണ് മികച്ച ചോദ്യം: സമ്പത്തിന് അർഹനാകാൻ ഞാൻ ആരായിത്തീരണം? ആ ഒരു ചോദ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ചില ഉത്തരങ്ങൾ നൽകാം. എല്ലാ ദിവസവും കൃത്യസമയത്ത് വരുന്ന ഒരാളായി മാറുക. വായിക്കുകയും പഠിക്കുകയും അറിയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുക. ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളോട് വേണ്ട എന്ന് പറയുകയും അച്ചടക്കത്തോട് മതി എന്ന് പറയുകയും ചെയ്യുന്ന ഒരാളായി മാറുക. നിശബ്ദമായി കഠിനാധ്വാനം ചെയ്യുകയും നിങ്ങളുടെ ഫലങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുക. ദിവസവും പതിയെ പതിയെ വിശ്വാസം നേടുന്ന ഒരാളായി മാറുക. നിങ്ങൾ യാദൃശ്ചികമായി സമ്പന്നനാകില്ല, നിങ്ങൾ അതിലേക്ക് വളരുന്നു. സമ്പത്തിന് അർഹനായ വ്യക്തിയായി മാറുന്നതിലൂടെ നിങ്ങൾ അത് നേടുന്നു. അതാണ് സത്യം. നിങ്ങൾക്ക് ഒരു പുറം സാമ്പത്തിക സ്ഥിതിയുണ്ട്: നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ സമ്പാദ്യം. എന്നാൽ ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ഉള്ളിലെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളുടെ ചിന്താഗതികൾ, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ വൈകാരിക നിയന്ത്രണം. നിങ്ങളുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ പ്രവർത്തിക്കുക. നിങ്ങളുടെ ജോലി മെച്ചപ്പെടും. നിങ്ങളുടെ സ്വഭാവത്തിൽ കഠിനാധ്വാനം ചെയ്യുക. നിങ്ങളുടെ വരുമാനം അതിനെ പ്രതിഫലിക്കും. കാരണം നിങ്ങളുടെ മൂല്യം ഉയർത്തുമ്പോൾ വിപണി നിങ്ങളെ അംഗീകരിക്കും. ഉടനെയല്ല, പക്ഷേ ഉറപ്പായും. ഞാനത് വ്യക്തമായി പറയാം: നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ചയുടെ നിലവാരത്തെ ഒരിക്കലും കവിയുകയില്ല. നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് വളരുകയില്ല. നിങ്ങളുടെ ശീലങ്ങൾ ചെറുതായി തുടർന്നാൽ നിങ്ങളുടെ ജീവിതം ചെറുതായി തുടരും. നിങ്ങളുടെ ചിന്തകൾ പരിമിതമായി തുടർന്നാൽ നിങ്ങളുടെ ഭാവിയും പരിമിതമായി തുടരും. നിങ്ങളുടെ ഫലങ്ങൾ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വത്തും മാറ്റുക. ഒരു കോടീശ്വരനെ പോലെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. ഒരു കോടീശ്വരനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ സമയവും ഊർജവും പണവും ഒരു കോടീശ്വരനെ പോലെ നിക്ഷേപിക്കാൻ തുടങ്ങുക. അതാണ് വഴി. ഇത് നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നതിനെ കുറിച്ചല്ല, മറിച്ച് നിങ്ങൾ എന്തുണ്ടാക്കുന്നു, ആരായിത്തീരുന്നു എന്നതിനെ കുറിച്ചാണ്. ഇവിടെ അതിശയകരമായ ഒരു കാര്യമുണ്ട്: നിങ്ങൾ കൂടുതൽ മൂല്യമുള്ളവനായി മാറുമ്പോൾ നിങ്ങൾക്ക് വിജയത്തെ പിന്തുടരേണ്ടതില്ല. വിജയം നിങ്ങളെ തേടി വരും. കഴിവുള്ള ആളുകളുടെ ദൈനംദിന ശീലങ്ങൾ. സമ്പത്തിന് അർഹനായ വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പണക്കാരുടെ ശീലങ്ങൾ സ്വീകരിക്കുക. ലളിതമായ ഒരു ചട്ടക്കൂട് ഇതാ:
നേരത്തെ ഉണരുക. മൊബൈലിൽ നോക്കാനോ തിരക്കിട്ട് പോകാനോ അല്ല, മറിച്ച് തയ്യാറെടുക്കാനും ചിന്തിക്കാനും വായിക്കാനും നിങ്ങളുടെ ദിവസം ആസൂത്രണം ചെയ്യാനും നിങ്ങളുടെ മനസ്സിനെ ഒതുക്കാനും. ദിവസവും മനസ്സിന് ഭക്ഷണം നൽകുക. എല്ലാ ദിവസവും ഒരു നല്ല പുസ്തകത്തിലെ 10 പേജുകൾ വായിക്കുക. അത് ഒരു വർഷം 3650 പേജുകളാണ്. മിക്കവാറും ആളുകൾ ഒരു ദശകത്തിൽ വായിക്കുന്നതിനേക്കാൾ കൂടുതലാണിത്. നിങ്ങളെ വളർത്തുന്ന ആളുകളുമായി അടുത്ത് ഇടപഴകുക. നിങ്ങളെ ചെറുതാക്കുന്നവരെയല്ല, നിങ്ങളെ വെല്ലുവിളിക്കാത്തവരെയല്ല. പണക്കാർ വെറുതെ ഊഹിക്കുന്നില്ല, അവർ അളക്കുന്നു. അവർ ലക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഫലങ്ങൾ വിലയിരുത്തുന്നു, വ്യക്തമായി മാറ്റങ്ങൾ വരുത്തുന്നു. എത്ര ദൂരം പോയാലും നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങിയെന്ന് ഒരിക്കലും മറക്കരുത്. നന്ദി സമൃദ്ധിയെ ആകർഷിക്കുന്നു, അഹങ്കാരം അതിനെ അകറ്റുന്നു. ഇവ രഹസ്യങ്ങളല്ല, വെറും ചിട്ടകളാണ്. പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങൾ അവ ചെയ്യുമോ? കാരണം ചിട്ടയാണ് നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്കാകാൻ കഴിയുന്നതിനും ഇടയിലുള്ള പാലം. ആളുകൾ കൂടുതൽ പണം, കൂടുതൽ സമയം, കൂടുതൽ കാര്യങ്ങൾ എന്നിവയ്ക്ക് പിന്നാലെ ഓടുന്നു. പക്ഷേ ഓർക്കുക, കാര്യങ്ങൾ എളുപ്പമാക്കാൻ ആവശ്യപ്പെടരുത്. മികച്ചതാകാൻ ആവശ്യപ്പെടുക. കൂടുതൽ ശ്രദ്ധയുള്ളവനാകാൻ ആവശ്യപ്പെടുക. കൂടുതൽ മൂല്യമുള്ളവനാകാൻ ആവശ്യപ്പെടുക. കാരണം നിങ്ങൾ വളരുമ്പോൾ എല്ലാം മാറുന്നു. നിങ്ങളുടെ ചിന്താഗതി മാറുന്നു, നിങ്ങളുടെ അവസരങ്ങൾ മാറുന്നു, നിങ്ങളുടെ വരുമാനം മാറുന്നു. പക്ഷേ ആദ്യം നിങ്ങൾ മാറണം. ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എനിക്ക് എപ്പോൾ സമ്പത്ത് ലഭിക്കും എന്ന് ചോദിക്കുന്നത് നിർത്തുക. എനിക്ക് എപ്പോൾ സമ്പത്തിന് അർഹനാകാൻ കഴിയും എന്ന് ചോദിക്കാൻ തുടങ്ങുക. അതാണ് മികച്ച വഴി. നിങ്ങൾ ഭാഗ്യം കൊണ്ട് സമ്പന്നനാകില്ല. യാദൃച്ഛികമായി നിങ്ങൾ സമ്പന്നനായി തുടരുകയുമില്ല. അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയായി മാറുന്നതിലൂടെയാണ് നിങ്ങൾ സമ്പന്നനാകുകയും സമ്പന്നനായി തുടരുകയും ചെയ്യുന്നത്. അതിനാൽ വളരുക, വികസിപ്പിക്കുക, സ്വയം വളർത്തുക. വിജയം നിങ്ങൾ നേടുന്ന ഒന്നല്ല, നിങ്ങൾ അതിന് അർഹനാകുന്ന ഒന്നാണ്. നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ സമ്പത്ത് നിങ്ങളെ തേടി വരും. കാരണം നിങ്ങൾ അതിനെ പിന്തുടരുകയല്ല, മറിച്ച് നിങ്ങൾ അതിനായി കാത്തിരുന്ന വ്യക്തിയായി മാറിയതുകൊണ്ടാണ്.